ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുലിയറ. ടുഡേ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ പുഴയിലേക്ക് പോവാട്ടാ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോസുമായി വരാൻ കാരണം ഓണക്കാലം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഓണമാണല്ലോ. അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രകൃതിയിലുണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളാണ് പൂക്കളുടെ വസന്തം. ഒരുവിധം മരങ്ങളൊക്കെ ചെടികളൊക്കെ പൂവിട്ട് ഓണത്തെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പോകുന്ന ഈ ഒരു ഏരിയയിലെ ഓണക്കാലത്ത് കാണപ്പെടുന്ന ചില പൂക്കളെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ കാണേണ്ട ഈ മഞ്ഞ നിറത്തിലുള്ള പൂക്കളൊന്നും ഓണക്കാലത്തുള്ളതല്ല കേട്ടോ. അത് നമ്മുടെ അധിനിവേശ സസ്യമായിട്ട് എത്തപ്പെട്ടതാണ്. ഈ ഏരിയയിലൊക്കെ കുറേ പൂക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ചെടി ഇവിടെ വളർന്നതോടുകൂടി മറ്റു ചെടികളൊക്കെ ഇവിടെ നിന്നും കാണാതായി. അപ്പം നമുക്ക് പുഴയിലെ വെള്ളം ഒന്ന് നോക്കിയിട്ട് ഓരോരോ പൂക്കളെ നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് പെട്ട പുഴയുടെ അവസ്ഥ, കണ്ടില്ലേ. ഓണക്കാലത്തെ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഒരു പൂക്കളാണ് ഈ കാണുന്നത്. ഇതുണ്ടല്ലേ, മുക്കുറ്റി എന്ന് പറയുന്ന പൂവാണ് ഇതാ. ഇതിൻ്റെ ഒരു തെയ്യം ഞാൻ പറിച്ചു തരാം. ഇതാണ് മുക്കുറ്റി എന്ന് പറയുന്ന പൂവ്. അതിൻ്റെ ഇലകളാണ് ഈ കാണുന്നത്. അല്ലേ, ഇതാണ് മുക്കുറ്റി. മഞ്ഞ നിറത്തിലുള്ള 5 ഇതളങ്ങളുള്ള പൂവ്. അതിൻ്റെ ചെറിയ ഇലകളും. ഇതാണ് അതിൻ്റെ തണ്ട് വരുന്നത്. ഓണക്കാലമായാലാണ് ഈ ഒരു പൂവ് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ സ്ഥലത്തും കാണാൻ കഴിയും. അപ്പോൾ തൽക്കാലം ഇതിവിടെ നിൽക്കട്ടെ. ഇതാണ് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു മുക്കുറ്റി പറഞ്ഞ പൂവ്. ഇതുണ്ടല്ലേ. അതുപോലെ ഓണക്കാലത്തെ കാണുന്ന മറ്റൊരു പൂവാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയുന്നവർ കമൻ്റ് ചെയ്യട്ടാ. ഓണവുമായി ബന്ധപ്പെട്ടൊക്കെ പല ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പൂവാണ്. അതും ഇവിടെ പൂത്ത് നിന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഒരു കിരീടം പോലുള്ള ഒരു പൂവ്. എന്തോ ഒരു കിരീടം, അങ്ങനത്തെ ഒരു പേരാണിത്. അതിൻ്റെ ഇലാണിത്, വലിയ ഇല. അതുപോലെ തണ്ടില്ലേ, അത്യാവശ്യം കുറച്ചൊക്കെ വലുതാണ്ട ഒരു സസ്യമാണിത്. അപ്പോൾ ഇതിൻ്റെ പേരറിഞ്ഞില്ലേ, ഒന്ന് കമൻ്റ് ചെയ്യട്ടാ. ഇതും ഇവിടെ പൂട്ടിട്ടുണ്ട്. അതുപോലെ ഓണക്കാലമാകുമ്പോൾ പിന്നെ ഒന്ന് കണ്ടുവരുന്ന ഒരു പൂവാണ് ഈ കാണുന്നത്. ഇതാണോ ഈ ഒരു പൂവ്. എന്തോ ഇതിൻ്റെ പേര് തുമ്പേ അങ്ങനെന്തോ ആണെന്ന് തോന്നുന്നു. പേരറിഞ്ഞിട്ടല്ലോ ഒന്ന് കമൻ്റ് ചെയ്യുക. അതിൻ്റെ കായയാണ്. ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം, അതായത് മൂത്തതിന് ശേഷം ഇതൊന്നൊന്നുണ്ട് അമർത്തിയാൽ ഇതിങ്ങാണ്ട് പൊട്ടിപ്പോവും. അപ്പോൾ ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ നമ്മളൊക്കെ 90s ഇത് ഒരു പ്രധാന കളി സാധനമായിരുന്നു. ഇതിങ്ങനെ പിടിച്ച് ഒന്നാണ്ട് നെറ്റിയ ആണ് പൊട്ടിപ്പോവും. അപ്പോൾ ഈ പൂവിൻ്റെ പേര് അറിഞ്ഞിട്ടല്ലോ ഒന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ചാൽ കണ്ടില്ല. അപ്പം ഇങ്ങനൊരു ചെടിയും ഓണമാവുന്നതോടുകൂടി നമ്മുടെ തൊടുവിലും അവിടെയും ഒക്കെയായിട്ട് ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഇതുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ചെടീൻ്റെ പേര് അറിഞ്ഞില്ലേ കമൻ്റ് ചെയ്യുക. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഓണക്കാലം ഇനി 1-2 ആഴ്ച ഉണ്ടല്ലോ. അപ്പോഴേക്കും ഇവയൊക്കെ പൂത്ത് നിൽക്കും. എന്നാൽ ശരി.